അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ RSSന്റെ അത്ര വലിയ പ്രവർത്തനമുള്ള സാഹചര്യമല്ല ഒരു കേരളത്തിൽ വന്നിട്ട് 20-30 വർഷം കഴിയുന്നതേ ഉള്ളൂ. പക്ഷെ അന്ന് എങ്ങനെയാണ് ഈ RSSന് ഇത്രയും എല്ലാ സ്ഥലത്തും ഒരു സത്യാഗ്രഹ സമരം നടത്താൻ കഴിഞ്ഞത്? പ്രത്യേകിച്ചും അത്രയും വലിയൊരു അടിച്ചമർത്തൽ നേരിടുന്ന ഒരു സമയത്ത് അത് എന്തുകൊണ്ട് അവർക്ക് കഴിഞ്ഞു? അവിടെയാണ് RSSന്റെ സംഘടനാ പാഠവും ആദരിച്ച ശുദ്ധിയും നമ്മളെ ആകർഷിക്കുന്നത്. മറ്റൊരു പ്രസ്ഥാനത്തിനും ഒരാഹ്വാനം വഴി സംഘ സ്വയം സേവകരെ രംഗത്തിറക്കുന്ന പോലെ ഇറക്കാനുള്ള സംവിധാനം ഇന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആഹ്വാനം ചെയ്ത് ഇടവും വലവും നോക്കാതെ നാളെ എന്തെന്ന് ചിന്തിക്കാതെ എടുത്ത് ചാടുന്ന പതിവായി ശാഖയിൽ പോകുന്ന ഒരു കൂട്ടരും പ്രവർത്തകരെ വാർത്തെടുക്കാൻ RSSന് മാത്രമേ കഴിഞ്ഞു. ഇന്നും അവർക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം രാജ്യത്തിന് വേണ്ടി എന്ത് കഷ്ടപ്പാടും സഹിക്കുക എന്നുള്ള ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത്. പലരും ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരാണ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. ജോലി ഒരു 24 മണിക്കൂർ കസ്റ്റഡിയിൽ വെച്ചാൽ ജോലി. ഇതെല്ലാം മറന്നുകൊണ്ട് മർദ്ദനം ഏറ്റുവാങ്ങാൻ തയ്യാറായി നടക്കണം. ഭീകരമായ മർദ്ദനേറ്റ 1-2 കേസുകൾ ഞാൻ തന്നെ കൈകാര്യം ചെയ്തു. ആലപ്പുഴയിലെ ശിവദാസ്, വൈക്കത്തെ ഗോപകുമാർ, ഇവരെയൊക്കെ പ്രത്യേകം ലക്ഷ്യത്തോട് കൂടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. RSS ആയതുകൊണ്ട് മാത്രമല്ല, അവരോട് വിരോധമുള്ള ചില ആളുകൾ, സ്വാധീനമുള്ള ആളുകൾ പോലീസുകാരെ വെച്ചു. അല്ലെങ്കിൽ പ്രവർത്തനത്തിന് നിർദോഷികളായിരുന്നു അവർ ഭൂരിപക്ഷം പേരും.